നീ കാണിക്കുന്നത്? നീ ഇവിടെ ഇല്ലായിരുന്നോ? ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഓ, വല്ല പകൽക്കിനാവും കണ്ടു കാണോ അല്ലേ? ഇരി പറ. ഇരി. ഹലോ ലവ് ബേർഡ്സ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ശല്യമൊന്നും ആയില്ലല്ലോ? ചെറുതായിട്ട്. നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ക്രിഞ്ച് ഡയലോഗ് ഒക്കെ പറയുന്നത്? ജീവിതത്തിൽ കുറച്ച് പൈങ്കിളില്ലാതെ എന്തോന്ന് ജീവിതം ചാരു. അങ്ങനെ പറഞ്ഞോട് അങ്ങോട്ട്. ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനേ നമ്മൾ കുറച്ച് എക്സ്പ്രസ് ചെയ്യാനുള്ള സാധനല്ലേ? അല്ലേ? പൂഴ്ത്തി വെച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞു. പോയിന്റ്. അതെ. നിന്നിപ്പാരും ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അല്ല, കുറച്ച് കാശ് തരാന്നൊക്കെ പറഞ്ഞായിരുന്നേ, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. എന്റെ വണ്ടിക്കാരനവിടെ വെയിറ്റിംഗാ. ആണോ? നീ ഇപ്പൊ പറഞ്ഞിട്ട് ഞാനെന്തോ നിന്നെ വിളിച്ചു വരുത്തി ഞാൻ എന്താ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞ പോലെയാണല്ലോ. അയ്യോ എന്റെ പൊന്നെ, ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ട് തരുന്നതാണേ, ഒന്ന് തരാവോ പ്ലീസ്? എണ്ണൊന്നും വേണ്ടെങ്കിൽ ഒന്നേക്ക്. അല്ല, ഇതും കൊണ്ട് നീ എവിടെ പോകുന്നു? ഇതും കൊണ്ടൊരു പരിപാടിയുണ്ട്. സംഗതി സെറ്റ് ആകുവാണെങ്കിൽ ഉടനെ തന്നെ നിന്റെ കാശ് ഞാൻ തിരിച്ചു തന്നിരിക്കും. എനിക്ക് തരലൊക്കെ പിന്നാലും മതി. വേറെ ആരുടെയൊന്നും കടമൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട, പണി മേടിച്ചു കൂട്ടണ്ട. ശരി, ആയിക്കോട്ടെ മാഡം. അപ്പൊ മനസ്സ് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓ, എൻജോയ് എൻജോയ്. സൂക്ഷിച്ചോട്ടോ. ഓക്കെ, ബൈ. ഇനി നിനക്കെന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ലടേ. നീ ഒന്ന് മനസ്സിലാക്കണം. എന്തോന്ന് മനസ്സിലാക്കണോന്ന്? എനിക്ക് ഇമ്മാതിരി അളഞ്ഞ വർത്താനൊന്നും ഇഷ്ടം. അതല്ല, ഞാൻ ഒന്നിനും വരുന്നില്ല. നീ നിന്റെ രീതിയിൽ നിന്നോ, ഞാൻ ഒന്നിനും വരുന്നില്ല. എടാ, ഞാൻ അതിലേക്ക് അങ്ങ് വന്നിട്ടില്ല. അതാണ്, എനിക്ക് കുറച്ച് സമയം വേണം. നീ നിന്റെ സമയം എടുത്തോ. ഞാനായിട്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. തീർന്നില്ലേ? ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല എന്നുള്ളത്. പിന്നെ നീ ഇപ്പൊ ഇങ്ങനെ കാണിക്കണത്? എപ്പോ എന്ത് കാണിച്ചെന്ന്? എത്ര നാളെന്നും പറഞ്ഞോട്ടെ ഇത്. നീ ശരി നടന്നോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. ഞാൻ നിന്നെ വിളിക്കാൻ വരുന്നില്ല. നിന്നെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചാൽ മതി. നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാൻ വന്നാൽ മതി. തീർന്നില്ലേ? എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോണു? ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ? നിനക്കെന്ത്? അങ്ങനെ പറയല്ലേ. പിന്നെ എന്ത്? നീ നിന്റെ ഇഷ്ടത്തിന് നോക്ക്. ഞാൻ എൻ്റെ രീതിയിൽ എന്തെന്ന് വെച്ചാൽ നോക്കാം. എന്നിട്ട് സമയമാകുമ്പോഴത്തേക്ക് പറ്റുമോ എന്നുള്ളെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. എടാ, നീ എന്തോടി കൊച്ചു പിള്ളേരെ പോലെ? ഞാൻ കുറച്ച് വലുതായിട്ട് വരാം. എടാ, കുറച്ച് പ്രാക്ടിക്കലായിട്ട് നീങ്ങുന്നല്ലേ നമുക്ക് നല്ലത്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ നിനക്ക് ഞാൻ പറഞ്ഞത്? നിന്റെ അടുത്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തോന്ന് പറഞ്ഞെന്ന്? ഞാൻ ഒന്നും പറഞ്ഞില്ല. നിനക്ക് കാണണമെന്ന് തോന്നുമ്പോൾ നീ വന്നാൽ മതി. കേട്ടാ? തീർന്നില്ലേ പ്രശ്നം? പാപ്പി, നീ കാര്യമില്ലാത്ത കാര്യത്തിനാണ് ചുമ്മാ നടന്ന് ഇടിയുണ്ടാക്കണത്. എന്ത് കാര്യമില്ലാത്ത കാര്യത്തിന്? ഞാൻ പ്രാക്ടിക്കലായിട്ടല്ലേ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എന്ത് ശരിയാവണമെങ്കിൽ വന്നാൽ മതി. ഇത്രേ ഉള്ളൂ. നീ പോവാണോ? ഞാൻ പോടും. ഞാൻ തന്നെ ഇവിടെ ഇരിക്കണം. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. വളവളെ സംസാരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? വന്നപ്പോ എപ്പോഴാണോ കാണാൻ തോന്നുന്ന വിളിക്കുക, അപ്പൊ വരും. കാണിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചാൽ നിനക്ക് എന്തുവാ? അല്ല, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നല്ല രസമുണ്ട്. ആണോ? എന്നെ മോളെ അങ്ങോട്ട് ആസ്വദിക്കും. എടി, ഞാൻ ആസ്വദിക്കാടി, സത്യമായിട്ട് ആസ്വദിക്കാം. പക്ഷെ ഇതൊന്നും കാണാം, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് ഞാൻ ഓർക്കുമ്പോഴാണ്. ഈശ്വരാ, എന്നൊരു കാര്യം ചെയ്യ്, ടിക്കറ്റ് എടുത്ത് വെച്ച ആൾക്കാരെ വിളിച്ചു കൂട്ടി അങ്ങനെ കാണിക്കും. എന്റെ ദിവ്യ, ഇവിടെ ടിക്കറ്റ് വെച്ച് എന്താള് വരുന്നറിയോ? പിന്നെ ഞാൻ കാണാം, ഞാൻ എന്റെ അടുത്ത ടിക്കറ്റ് എടുത്ത് തരണം. നീ ഒന്ന് പോയി, അല്ലതിന് മനുഷ്യൻ വട്ട് പിടിച്ച് നടക്കാം ഇവിടെ. അപ്പളാ എന്റെ ദിവ്യ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നീ എന്തുവാ? എടി, നിനക്ക് പാവം വിളിക്കാത്തല്ലേ പ്രശ്നം? അതെ, വിളിച്ചിട്ട് 1 മണിക്കൂറായി. അറിയോ? 1 മണിക്കൂറോ? ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതും പറഞ്ഞ അവിടെ ഇരുന്നോ, നിനക്ക് അതാ നല്ലത്. ഇവളുടെ കാര്യം. അല്ല, സ്കൂളിൽ നിന്ന് തുടങ്ങിയ ക്രഷ് അല്ലേ ഇത്? അല്ലേ? അതെ. അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അവൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അവൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. എനിക്കറിയാം അവൻ എന്നെ ഇഷ്ടമാണെന്ന്. എടി, നീ ഇത്തിയ ചെറുക്കിന് ശ്വാസം വിട. നീ സമയം കൊടു. 1 മണിക്കൂർ ശ്വാസം വിടാനുള്ള സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്കുള്ളിൽ ശ്വാസം ഒന്നും വിടണ്ട. എടി ദിവ്യ, ഇങ്ങനെ ഒരു പയ്യൻ നീ ടോർച്ചർ ചെയ്യല്ലേ എടി? എനിക്ക് എന്നെ കണ്ട് കഷ്ടം തോന്നുന്നു. നീ എന്തൊക്കെയാ പറയണേ? നീ എന്ത് ടോർച്ചർ ഞാൻ ചെയ്തേ? എനിക്ക് തോന്നുന്നു അവൻ നിന്നെ വലിപ്പിക്കുകയാണെന്ന്. എന്ത് വലിപ്പിക്കും? നീ എന്താ പറയുന്നത്? അല്ല, നിന്റെ ഇപ്പം എത്ര രൂപ കാശ് വാങ്ങിച്ചത്? 5000 വാങ്ങിച്ചാണ്. പക്ഷെ അവൻ ചോദിച്ചിട്ടല്ല, ഞാൻ കൊടുത്ത അറിഞ്ഞു കൊടുത്താ. ബെസ്റ്റ്, സൂപ്പർ.
നിന്നെപ്പോലെ ഒരു പൊട്ടീനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാടി. ഇജിപ്പോ വേണ്ടാത്ത പറയല്ലേ ജെനി. അല്ല നീ ഇനിയിപ്പം എന്ത് കാര്യത്തിന് അവന് കാശ് കൊടുത്തത്? അതെ, അവന്റെ അമ്മയ്ക്ക് സുഖമില്ല. മരുന്ന് മേടിക്കാനായിട്ട് ഡിണ്ടിയിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി കൊടുത്താ. ആ മരുന്ന് എന്താ ഇവിടെ എങ്ങും കിട്ടത്തില്ലേ? ഡിണ്ടിക്കല്ല് വരെ പോയേക്കുന്നു. അതൊരു പ്രത്യേക അസുഖമാണ്. അത് ചികിത്സിക്കാൻ അമ്മച്ചി അവിടെ ഡിണ്ടിയിലാണല്ലേ. അവിടെ ഇല്ലെങ്കിൽ പൂണ്ടി വരെ പോകേണ്ടി വരും. ആ സൂപ്പർ, കൊള്ളാം. അത് മേടിക്കാൻ പൂണ്ടി വരെ പോണല്ലേ? ഓ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ എളിയാ, നിന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമെന്ന്. എന്റെ അർജുന എന്നെ പറ്റിക്കത്തൊന്നുമില്ല. എനിക്ക് 100% ഉറപ്പുണ്ട് അതിനകത്ത്. നീ എന്തിനാ ചിരിക്കുന്നേ? അല്ല ഞാനൊരു കാര്യം പറഞ്ഞ എനിക്ക് ദേഷ്യമൊന്നും തോന്നരുത്. അർജുനെ പറ്റി കുറ്റം പറയാനാണെങ്കിൽ വേണ്ട മോളെ, എനിക്ക് കേൾക്കാൻ വേണ്ട. ഇത്തി പൊടിക്കടങ്ങ് നീ. അതൊന്നും അല്ല എടി. അർജുൻ ദിണ്ടിഗല്ല് വേറൊരു ആവശ്യത്തിനാ പോയത്. അവൻ പൂണ്ടിയില് മരുന്നും പോയി മേടിക്കും. ബാ കിടന്നിങ്ങനെ ഞാൻ കാര്യം പറഞ്ഞുതരാം. എടി അവ ദിണ്ടിക്കല്ല് പോയിട്ട് പെണ്ണു പിടിക്കും. അതുവഴി പോയി പറയട്ട് ഇല്ല, അതുവഴി പോയിട്ട് പൂണ്ടിയിൽ പോയ മാജിക് മഷ്റൂമോ ഇടും. എന്റെ അർജുനെ പറ്റി വല്ല അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്റെ പൊന്നു പെണ്ണ, ഞാൻ കാര്യമാ പറയുന്നത്. എന്റെ അർജുന അങ്ങനെയൊന്നും അല്ല. എന്നെ മകളെ ദേ അമ്മ വരും. ചായ എടുത്തോ. നിനക്ക് വേണ്ട ചായ? എനിക്ക് വേണ്ട. മോളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് പറ്റി? ഒന്ന് പോയി തരും വിളിച്ചാ. ആളുടെ മൂഡ് അത്ര ശരിയല്ല. അമ്മ വിട്ടോ, സോറി. എന്നാ ശരി, ഓക്കെ. ഡേ നീ എന്തൊരു പണ അമ്മാവനോട് ആ, എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്തിനാ എല്ലാരും ഞാൻ പറ്റിക്കുന്നേ? എന്റെ ദിവ്യ, ഞാൻ അതിനൊരു സാധ്യതയാണ് പറഞ്ഞത്. ഞാൻ കൺഫേം ചെയ്തൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്ന് പോയിട്ടാ എന്റെ ജെനി. കഷ്ടമാണ്. ഈ സമയത്ത് ആരാണ്? എന്ത് മലമറിക്കുന്ന പരിപാടിയാണെങ്കിലും എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വയ്യ. എൻ്റെ ദൈവമേ, കഷ്ടം നോക്കി. ചാരുമോളായിരുന്നോ? ഹലോ, ഞാൻ ഇപ്പൊ എത്തിയോളടാ. നീ എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. എടി, നിനക്കെന്താ പ്രാന്തോ? അപ്പുറത്തെ ഷോമാരിന്റെ അവിടെ നിന്നിട്ടാണോ എന്നെ വിളിക്കുന്നേ? അത് പിന്നെ എടി താഴെത്തിയപ്പോ നീ മേളുണ്ടോന്ന് പറഞ്ഞിട്ട് കേറി വരാന്ന് വിചാരിച്ചു. ഓ അതെ, ബാഗിനകത്ത് ഫുഡ് വല്ലതും ഉണ്ടോ? എടി, ആ ബാഗ് ഫുഡ് ഉണ്ടാക്കണ ബാഗല്ല, പിന്നെ ഞാൻ ഫുഡ് ഡെലിവറിക്ക് പോണ ബാഗാണ്. അതെ, ഫുഡ് ഉണ്ടാക്കുന്ന ബാഗ് അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോകുന്ന ബാഗല്ലേ? എന്താ നിന്റെ പ്രശ്നം? എന്താ? വിശക്കണ്. എന്തായാലും വാങ്ങിച്ചു തന്നെ ആയിരിക്കും അല്ലേ? നീ കാശ് കൊടുക്കോ? അയ്യോ, ഒരുത്തേ രാവിലെ കടം വാങ്ങിച്ചോണ്ടോ? ഇത് നിനക്ക് ഫുഡും വാങ്ങിച്ചു തന്നെ. ഞാൻ പിന്നെ എപ്പോഴേലും വാങ്ങിച്ചു തരാം. എന്തുവാടി ഫുഡ് തരാന്നും പറഞ്ഞ് കൊതിപ്പിക്കണ? ഇരിക്കുവാടി നീ. ഞാൻ കൊതിപ്പിക്കണല്ലോ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്തായി നിന്റെ ലവർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ? ലവറാ? ഭയം പൂട്ടി വെച്ചിട്ട്. അതെന്താണ് നിങ്ങളത് അടി ഉണ്ടാക്കിയ? ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് മാതിരി പൈങ്കിളി സെറ്റപ്പ് ഒന്നും വലിയ താല്പര്യമില്ല. എന്റെ പൊന്നു മോളെ, ഈ പ്രേമം എല്ലാ കാലത്തും ഏത് വർഷമാണെങ്കിലും പണ്ട് കാലം മുതൽ ഈ പൈങ്കിളി തന്നെയാണ്. ആണോ? എന്നാ എന്റെ പൈങ്കിളി അല്ല, മനസ്സിലായ? ഞങ്ങൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് മൂവ് ആണാവുന്ന ആൾക്കാരാണ്. ഓ, നീയേ അവൻ ആ ചെറുക്കൻ എന്ത് കെയറിങ്ങോടുകൂടെ നിന്നെ നോക്കുന്ന അറിയോ? നീ ഒരുമാതിരി അൺറൊമാൻറ്റിക് ഫെലോ. അയ്യോ, ഞാൻ അങ്ങ് സഹിച്ച്. എടി, എന്റെ അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞ് മറ്റേ ഒലിപ്പിച്ച് നടക്കേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ സീരിയസ് ആയി, ലൈഫൊക്കെ സീരിയസ് ആയി കാണുന്ന സമയമായി. അല്ലെങ്കിൽ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില ആർക്കും അറിയില്ല. എന്റെ കണ്ണിൽ കണ്ണ് തന്നെ ഇരിക്കണത്. ആണോ? ചുമ്മാ ഇല്ലാത്ത പ്രശ്നം നീ ഉണ്ടാക്കരുതട്ടാ. ബാ, നമുക്ക് പോയി ചായ കുടിക്കാം. ബാ, നിന്റെ തലക്കൊക്കെ. അല്ല, അമ്മാനുണ്ടോ? അമ്മാനുണ്ടോ അവിടെ? അമ്മാവൻ തന്നെയല്ലേ ഉണ്ടാക്കി തരണത്. എങ്ങനെയാ ചായ കുടിക്കാൻ ഉണ്ടാക്കണ്ടല്ലോ. എന്താക്കണ്ടല്ലോ എന്തുവാടി? എടി, അവള് ഇപ്പൊ വരെന്ന് പറഞ്ഞ ആര്? സ്റ്റെഫി. അയ്യോ, അത് പറഞ്ഞപ്പോഴാ അവള് നല്ല കാര്യമായിട്ട് അങ്ങ് പോയേക്കുന്നെ. ആ സംഭവം പോയ കാര്യം സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ വാങ്ങിച്ചോ കടം തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, അതും ഞാൻ എന്റെ പത്രത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ? എന്തിന്? അവളെ കുറച്ചധികം ക്രൂക്കഡാണ്. അവള് ചെയ്യണ കാര്യങ്ങൾ അവള് നല്ല നീറ്റായിട്ട് ചെയ്തങ്ങ് തീർക്കും.
നീ സ്റ്റിംഗ് ഓപ്പറേറ്റർ ആണെങ്കിലേ അവൾ അതിന്റെ അച്ഛനായിട്ട് വരും കേട്ടല്ല. അതെ നിനക്ക് എന്നെ അറിയാത്തോണ്ടാ. ഞാൻ ബോംബെയിലായിരുന്നപ്പോണ്ടല്ലോ ഞാൻ ഇതുപോലത്തെ പല ഓപ്പറേഷൻസ് നടത്തിയിട്ടുള്ളതാണ്. എന്റെ പേരിന്റെ ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിങ്ങർ ടീന എന്ന് വന്നേനെ. അത് ഞാൻ ഇവിടെ ആയിപ്പോയി. മാറിപ്പോയിട്ടില്ലല്ലോ. അതെന്താടി? ഒന്നുമില്ല ഞാൻ വേറെ എവിടെ കണ്ടൊക്കെ പോയി. ഓക്കെ സ്റ്റിംഗർ ടീനെ എണീറ്റ് വാ. തൽക്കാലത്തേക്ക് ഈ തള്ളു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാം. തള്ളല്ലടി എന്റെ പൊന്നോ ഫോൺ എടുക്കുന്നില്ല. അമ്മാവാ ചായ ഉണ്ടോ? ഓ തരുമോ? തരാം. എന്തൊരു കടുപ്പം. ഞാൻ പറ്റി എന്നിട്ട് അമ്മവാ ഒന്നുമില്ല. എന്നോട് കാര്യം പറ. എന്ത് പറ്റി? എന്തിനെങ്കിലും മുഖം പാടിയിരിക്കുന്നത്? ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞ അമ്മാവന്? അവൾമാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? അതൊക്കെ ഇനി എന്തിനു പറഞ്ഞിട്ട്, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അത് കാര്യം എന്താന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്? ഇല്ല വേണം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ അത് പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അതൊരു ബഹളമായി. ആ ബഹളം അവസാനം മാഡം അറിഞ്ഞ് നിങ്ങളെ പറഞ്ഞയച്ച് എന്നെ പറഞ്ഞയച്ച് ബാക്കിയുള്ളവരും കൂടെ പറഞ്ഞു. ആവശ്യമില്ലാതെ പോകണം. കാര്യം പറ. അതാണ് നീ ചോദിക്കണം. എനിക്ക് കാര്യം അറിയണമല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത്. കാര്യമൊന്നുമില്ല. ചേടാ എന്റെ തെറ്റാണ്, ഞാൻ ചെയ്ത തെറ്റ്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്ത് ശിക്ഷ? അതെന്താണെന്ന് പറയാൻ പറ്റുമോ? എത്ര നേരം കൊണ്ട് ചോദിക്കും അമ്മാന്റെ അടുത്ത്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? അല്ല സ്റ്റെഫി എവിടെ പോയി? അവള് പുറത്തുപോയി. ആണോ? പിന്നെ ചായ കുടിച്ചോളൂ. കുടിച്ചോളൂ. അമ്മാവ അവൾ അപ്പോഴത്തെ ദേഷ്യത്തില് അങ്ങ് പറഞ്ഞു പോയത്, അങ്ങ് വിട്ടേക്ക് അമ്മാവ. ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു. മറന്നോ? മറന്നല്ല, ആ കൊച്ചു അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. അല്ല അമ്മാവ, അവളുടെ അപ്പോഴത്തെ ഒരു മാനസിക നില അതായിരുന്നു, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞു പോയത്. ഏത് മാനസിക നിലയിലായാലും എന്താ അമ്മാവന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്റെ ടീയെ നിനക്ക് എന്താ കാര്യം അറിയോ? എന്ത് കാര്യമായാലും എന്താടി? അതാണ് സംഭവം. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിച്ചെന്ന്. ദിവ്യ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു അർജുൻ എന്ന് പറഞ്ഞ പയ്യനായിട്ട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അവർ ഈ ഇടയ്ക്ക് എന്തോ കണ്ടിട്ട് കണ്ടുമുട്ടി. സമയത്ത് സംസാരമായി, പിന്നെ ഫോൺ വിളിയായി. അവൾക്കാണെങ്കിൽ അവന്റെ അടുത്ത് മുടിഞ്ഞ പ്രായം. അതിന് എടി അവനാണെങ്കിൽ അവളെ നല്ല രീതിയിൽ മുതലാക്കുവാടി. അയ്യ അതല്ല, ലൈക്ക് എടി അവനാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് എന്തോ കണ്ട് വയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാശ് കടം വാങ്ങിച്ചു. ആ കാശും കൊണ്ട് അവനാണ് ദിണ്ടുകല്ലിൽ പോയി എന്തോ മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട്. അവിടെ മരുന്നില്ലെങ്കിൽ മറ്റേ പൂണ്ടി എന്ന സ്ഥലമില്ലേ, അവിടെ പോയി. പക്ഷെ ആക്ച്വലി റിയാലിറ്റി ഇതല്ലായിരുന്നു, റിയാലിറ്റി വേറെയായിരുന്നു. ദിണ്ടുകല്ലിൽ പെണ്ണുപിടിക്കാൻ പോകണയാണെന്നും പൂണ്ടിയിൽ മാജിക് മഷ്റൂം എടുക്കാൻ പോവാണെന്നുള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞു കൊടുത്ത്. ഇല്ലേ പിന്നെ പൂണ്ടിയിലൊക്കെ പിന്നെ എന്തിനടി എടുക്കാൻ പോകുന്നത്? ചിന്തിച്ചു നോക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞ അവരുടെ ബന്ധം കോളാക്കി കൈ കൊടുത്തു. അങ്ങനെയല്ല, ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ വിഷമത്തിരുന്നപ്പോഴാണ് അമ്മമ്മ വന്ന് കയറിയത്. അയ്യോ പാവം. അവൾക്കാണെങ്കിൽ വല്ല ബോയ് ഫ്രണ്ട് കിട്ടുക ഞങ്ങൾ സ്നേഹിച്ചു കൊന്നു അവള്. ഇവിടെ ഉള്ളവർക്ക് ഉള്ളതിന്റെ വിഷമം, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിന്റെ വിഷമം. എന്റെ കൈ വാങ്ങിക്കൂട്ടാ നീ. നിങ്ങൾ പ്രാക്ടിക്കൽ കപ്പിളാണല്ലോ. സോറി. പ്രാക്ടിക്കൽ കപ്പിളാ? എന്താ ലിവിങ് ടുഗദർ വേറെ വാക്കുകളാണ്? അയ്യോ അങ്ങനെയല്ല. ഈ സ്നേഹം പുറത്ത് കാണിക്കാൻ പാടില്ല. എല്ലാം പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഉള്ളിൽ ഒതുക്കിയിട്ടേ. അല്ലെങ്കിൽ പൈങ്കിളിയായി പോലെ അതല്ലേ. അമ്മാവ സോറി അമ്മാവ, ഞാൻ പെട്ടെന്ന് ഇതിൽ പറഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല മോളെ, എനിക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴും മോള് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹായ് ശരി, അപ്പൊ എല്ലാരും അറിഞ്ഞു? അല്ല അറിഞ്ഞോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അതും ശരിയാ, ഞാൻ വരുമ്പോ കേട്ടായിരുന്നു നിങ്ങൾ പറയുന്നത്. എത്ര പ്രാക്ടിക്കൽ ആയാലും സ്നേഹം കാണിച്ചാലും വല്ല കാര്യമില്ലല്ലോ. എന്നാലും ഹിന്ദി വെബ് സീരീസ് പോലെ ഉണ്ട്. എന്താടി എന്താ എനിക്ക് പറ്റിയേ? ഒന്നുമില്ല. കാര്യം പറ. ഒന്നുമില്ലടി. ഒന്നുമില്ലായിരിക്കത്തില്ലല്ലോ നീ ഇങ്ങനെ മോന്തേ വെറുപ്പിച്ചിരിക്കുന്നത്. പറയണേ. ഈയടി പവി ഇത്ര നേരമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. എന്നിട്ട് നീ അങ്ങോട്ട് വിളിച്ചാ? സാധാരണ എന്നെ വിളിക്കുന്നതാടി. എന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ സമയം കൊണ്ട് വിളിച്ചിട്ടുണ്ടാവും. അല്ല നിനക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് നിനക്ക് വല്ല നഷ്ടപ്പെടാനുണ്ടോ? എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല. ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥ ഒന്നും വരുത്തിയിട്ടില്ല. അവൻ എന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. മാത്രല്ല എനിക്കെന്തോ ഒന്നും ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വിളിക്കാനൊക്കെ ഒരു മടിയാ.
നീ അങ്ങോട്ടൊന്ന് അവനെ വിളിച്ച് ഞാൻ എന്തോ ഒരു സന്തോഷമാവുന്നവര് വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ഒന്ന് വിളിച്ചൂടെ? വിളിക്കത്തുമില്ല, ഒരു ഈഗോയും കൊണ്ട് നടക്കുകയുള്ളൂ. ആർക്കാണ് ഈഗോ? എനിക്ക് ഈഗോ ഒന്നുമില്ല. പിന്നെ അങ്ങനെ ശീലമില്ലാത്തോണ്ടൊന്നല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. എനിക്ക് ഈഗോ ഒന്നുമില്ല ആരോടുത്തു. ഓ, ഈഗോ ഇല്ലാത്ത ഒരാള്. എന്നാ പിന്നെ നീ വിളിക്കുമായിരുന്നല്ലോ, അവൻ ഇത്രയും നേരം വിളിക്കായിരുന്നു, ഞാൻ കൊണ്ട് വിളിച്ചാനല്ലോ. നിനക്ക് ഈ ചുറ്റുപാടുള്ളവരെ നിന്നെ ശ്രദ്ധിക്കോ, വിളിക്കുന്നതൊക്കെ ശ്രദ്ധിക്കോ എന്നുള്ള ആ ഒരു മൈൻഡാണ്. അങ്ങനെയൊന്നും പറയല്ലേ. എങ്ങനെ പറയണം? അതെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമേ. ഇപ്പൊ വരാം. അല്ല, മാഡത്തിന്റെ മുഖം എന്തോ ഒരു വല്ലാതിരിക്കുന്നത്. ഏയ് അതൊന്നുമില്ല, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളോട് പറഞ്ഞ ആശ്വാസം കിട്ടൂലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക. അയ്യോ, ഞാൻ കണ്ടിട്ട് വരാം. സോറി മാഡം. ഏത് ഹോസ്പിറ്റലാ? അത് ഇവിടെ അടുത്താ, ഞാൻ പോയിട്ട് വരാം. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? വേണ്ട. അല്ല, മാഡത്തിന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണോ? കൂടെ പഠിച്ച മാത്രമല്ല, ഒരു കാലത്ത് അവൻ എൻ്റെ... അവനോ? അതെന്താ, എനിക്ക് മെയിൽ ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ലേ? അല്ല, അതല്ല. ആ ഫ്രണ്ടിന്റെ പേരെന്താ? മൻസൂർ. ഓ, ആ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അവൻ ഈ പറഞ്ഞതിന് അത് കൊല്ലം തോന്നിയോ? എന്തു തോന്നാൻ? അല്ല, അവരുടെ മുഖത്ത് ആ ടെൻഷനും ആ ഒരു ഇതെല്ലാം കൂടെ ഒന്നും ഫീൽ ചെയ്തില്ല? ആ, ഫീൽ ചെയ്ത്. അവര് നല്ല ടെൻഷനിലാണ്. അവരേതോ ആത്മാർത്ഥമായിട്ട് ഒരു സുഹൃത്തിന് എന്തോ പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. ആത്മാർത്ഥ സുഹൃത്തൊന്നും അല്ല. പിന്നെ അത് അവരുടെ കാമുകമല്ലോ ആയിരിക്കും. ഷേ, ഏത് വൃത്തിയിടക്കെ എന്ത് ഡാർക്ക് മൈൻഡാ നിന്റെ. അവരങ്ങനെ വല്ലോ പറഞ്ഞ ഇല്ല കഥ വായിക്കരുത് കേട്ടാ. പറഞ്ഞു അവൻ എന്റെ ഒരു കാലത്ത് എന്ന് പറഞ്ഞില്ലേ? ഈ അവൻ എന്റെ എന്ന് പറഞ്ഞ ആ അർത്ഥം മാത്രമല്ല. ഇപ്പൊ എനിക്ക് പറയാല്ല, മീൻസ് എനിക്ക് ഒരു തേർഡ് പേഴ്സന്റെ അടുത്ത് പറയാം അവൾ എന്റെ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അർത്ഥമാണ്. ഓ, അതൊന്നും അല്ല മോളെ. ആ മൻസൂർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ തള്ളനെ പണ്ട് തേച്ചിട്ട് പോയ കാമുകനാ, എനിക്ക് ഉറപ്പാണ്. ഓന്ന് പോയടി ഡാർക്ക് മൈൻഡഡ് ചിന്താഗതിക്കാരി. നിനക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വരത്തില്ല. നീ നോക്കിക്കോ, ഈ തള്ളയുടെ അതേ പണ്ടത്തെ സ്വഭാവമാണ് നിന്റെ ഇപ്പൊ ഈ കാണിക്കണേ, ചെറുപ്പത്തിലുള്ള സ്വഭാവം. അതിനെന്താ, ഇതുപോലെ തന്നെ ഒരു ഹോസ്റ്റലൊക്കെ നടത്തി ചേച്ചി ഇവിടെ ഇരിക്കും കേട്ടാ. ആ, ഈഗോയും കൊണ്ട് നടക്കവള്. ആ, വനമാല. എടേ, നീ എന്തോ കോടീശ്വരയാവാന്നൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു കിംവദന്തി കേട്ടല്ലോ. ആ, കോടീശ്വരിയൊക്കെ ആവണ്ടായിരുന്നു ചിലര് മനസ്സ് വിചാരിച്ചിരുന്നെങ്കിൽ. ആര്? ഇടിടി എന്താ ഒരുമാതിരി ആക്കി പറയല്. ഞാൻ നിനക്ക് പൈസ തന്നില്ല ചോദിച്ചത്. പൈസ തന്നോണ്ടല്ല എന്നാണോ? പിന്നെ നിനക്ക് ഇനി എന്താ വേണ്ട? എനിക്കല്ല, ചിലർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അതെന്ത്? അതാര്? ആരായിരിക്കും? ആ, നീ എന്താ അവിടെ ഇവിടെ തൊട്ട് സംസാരിക്കുന്നത്? കാര്യം പറ. നിന്റെ പവി തന്നെ, അല്ലാതാരാ? പവിക്കെന്ത് പറ്റി? അവന് നീ എന്താ കൊടുക്കാത്ത? ഞാൻ സ്നേഹം കൊടുക്കാറുണ്ട്. സ്നേഹം കൊടുക്കാറുണ്ട്. ഒന്നും പറ്റിയില്ല, പറ്റാത്തത് ദൈവത്തിന്റെ ഭാഗ്യം. എടി എന്താടി? അവന് ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റാ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റിയ അവന്? ഭാഗ്യത്തിന് എന്റെ കൂട്ടുകാരൻ കണ്ടു. അവന്റെ കൂട്ടുകാരന്റെ വണ്ടിയിലാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഏത് ഹോസ്പിറ്റലാടി? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എടി വാടി പോവാടി പ്ലീസ്. നിന്നെ അറിയിക്കണ്ടെന്നാ പവി പറഞ്ഞേക്കണേ. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞ? നീ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളല്ലേ, നിനക്ക് ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഇതൊക്കെ അവനെ വിളിക്കാൻ മടിയായിരുന്നു ഇത്രയും നേരമായിട്ട്. അവന് ആക്സിഡന്റ് ഉണ്ടായതൊന്നും അല്ല അവന്റെ വിഷമം. ഇവളി ഇങ്ങനെ പെരുമാറുന്നതാണ് അവന്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ എന്ത് പെരുമാറിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. ആടി, ഇനിയിപ്പോ ഞാൻ അതുകൊണ്ട് അങ്ങ് പഠിപ്പിച്ചുതരാം എങ്ങനെ പെരുമാറണ്ടേന്ന്. എടി, ഞാൻ നന്നായി സ്നേഹിക്കുന്നുണ്ട്. ഇത് കൂടെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, ചെറുപ്പം അവ എന്താ പുറത്തിരിക്കണത്? അവന് ചെറിയൊരു ആക്സിഡന്റ്. അവൻ ചാരുവിനെ കാണാൻ വന്ന. ശരി, നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നീ എന്താ പറയായിരുന്നു നേരത്തെ? എടി, അവൻ ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ട് അവൻ ചാരുവിനെ കാണുന്നിട്ട് വൻ ബഹളായിരുന്നു. അതാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ അവളുടെ ഈ സ്വഭാവത്തിന് ചെറിയൊരു ടെസ്റ്റ് ഡോസ് നല്ലതാ. എടാ പവി, ചെറിയൊരു ആക്സിഡന്റ്. ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞോണ്ടിരുന്നു. അവളാണ് എന്നെ വിളിച്ചത്. അറിയിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ. സോറിയടാ, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. നന്നായി പറ്റിയാ നിനക്ക്? ഇല്ല, ചെറുതായിരുന്നു. കുഴപ്പമില്ല. ഓട്ടെ, കുഴപ്പമില്ല. കൈ ചെറിയൊരു ഇതുണ്ട്, ഒടിവുണ്ട്.
പോലെടാ. ഞാൻ നീ വിളിക്കുന്നു പറഞ്ഞ് നോക്കിയിരിക്കുവായിരുന്നു. നീ എന്താ എന്നെ വിളിക്കാണ്ടിരുന്നേ? നിനക്കെന്നെ വിളിച്ചൂടെ? നീയല്ലേ സാധാരണ എന്നെ വിളിക്കാറ്. കുറച്ചൊക്കെ ഈഗോ കുറയ്ക്കാം കേട്ടാ. എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്ന എന്ത് ചെയ്തേനെ? അങ്ങനൊന്നും പറയല്ലേടാ. ഞാനിനി വിളിച്ചോളാം കറക്റ്റായിട്ട്. പോട്ട്. അല്ല കുഴപ്പമില്ല. ചെറിയ അത് ചിരിക്കുന്നുണ്ട് ഒരു വേദന. എന്നോട് സോറിടാ ഓർത്തില്ലടാ. എന്നോട് ഇനി ഇങ്ങനെ ഒന്നും കാണിക്കരുത്. കാണിക്കൂല. സോറി. കുഴപ്പമില്ല. ഒരു ആശ്വാസം.